നമ്മളിപ്പോൾ വിശേഷത്തേക്ക് എല്ലാം കൂട്ടാണ് സ്വാഗതം. ഇന്നലെ ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഓരോ വിശേഷങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഓരോ തിരക്കിലായിരുന്നു കേട്ടോ. അറിയാൻ തിളച്ചോളൂ. വൈകുന്നേരത്തേക്കുള്ള പരിപാടി എത്തുന്നത് ചോറ് ചോറെടുക്കട്ടോ. ഇതേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നമ്മളെന്ത് ചെയ്തു പറയുമോ, ഉപ്പേരുണ്ടാക്കാൻ വേണ്ടി ഒരു സാധനം നമ്മളന്നത്തെ അവിടുന്ന് പറിച്ചില്ലേ മാണിത്തട്ട, അത് ഇത്ര നുറുക്കി വെച്ചിട്ട് പിന്നെ അപ്പോഴേക്ക് സമയമില്ല. അപ്പോഴേക്ക് 6:30 കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്ക് പോകേണ്ട ധൃതിയിൽ ഉപ്പേരി ഉണ്ടാക്കില്ല. അപ്പോൾ ഇത് വെറുതെ ഇതിലൊന്നും കൂടുന്നില്ല എന്നുവെച്ചാൽ ഇവരെ കൂട്ടാൻ ഇവരൊന്നും കൂട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ വെച്ചിട്ട് ചെറുള്ളിയൊക്കെ മുട്ടിച്ചിട്ട് നല്ല രസം. അമ്പയറും ചെറുപയറും മുതലയും ഒക്കെ ഇട്ട് വയ്ക്കാം അല്ലേ. പിന്നെന്താ തിരുമ്പൽ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ അമ്മ ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല കാലാവസ്ഥ, വെയിലൊക്കെ ഉണ്ടെന്ന് അല്ലേ. പിന്നെ ഇന്നലെ ഇത് കണ്ട ചേനത്തണ്ടാണിത്. നമ്മളിവിടെ പാടത്തിന് കൊണ്ടുവരുന്നുണ്ടാ, പാടത്ത് ചേനക്കറി ഉണ്ടാകുന്നത് എല്ലാവരും കൊണ്ടുപോകുന്നത്. നല്ല രസമാണ് ഉപ്പേരിക്കാനൊക്കെ. ചേനത്തണ്ട് ചെറുപയറിട്ടിട്ട് അതുപോലെ ചേനത്തണ്ട് മുതിര ഒക്കെ ഇട്ട് വയ്ക്കാൻ രസമാണ്. മോര് കറി വെച്ചാലും പോകും. ചേനയുടെ വിത്ത് കുറച്ചുണ്ട്, അപ്പോൾ അതങ്ങനെ ഇട്ട് നല്ല രസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം. പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ ഇന്നലെ എങ്ങടെ പോയതെന്ന് വെച്ചാൽ ഞാനും രാജേട്ടനും അമ്മും പിന്നെ ആ പറഞ്ഞ അവളുടെ അമ്മ അച്ഛനെന്തോ ഒരു തിരക്കായിരുന്നു. അപ്പോൾ പോകുന്നില്ല, അവർ പോകുന്നില്ല. ഞങ്ങൾ 4-5 കൂടെ ഇവരെ മക്കൾസിന് ചേർക്കാൻ വേണ്ടി പോയത് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ദൂരമുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ പോയാൽ എന്നിട്ട് ഒറ്റപ്പാലം വരെ എടുത്താന്നൊക്കെ വിചാരിച്ചു. ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം, അവിടുന്ന് പിന്നെയും പോകണം. നമ്മുടെ ലക്കിടി ഒട്ടുപാതൊക്കെ അല്ലേ, അവിടെയാണ് കേട്ടോ നെഹ്റു ജവഹർലാൽ കോളേജ്. വലിയ കോളേജട്ടാ, നല്ല രസമായിരുന്നു അവിടെ ചെന്നപ്പോൾ. ഞങ്ങളുണ്ടല്ലോ ഒരു വണ്ടിയിലൊക്കെ കൊണ്ടുപോയി എന്നുവെച്ചാൽ ഒരുപാട് നടക്കാനുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു വണ്ടിയിലൊക്കെ കൊണ്ടുപോയിട്ടോ. പിന്നെ മക്കൾ കോളേജ് കാണാൻ പറ്റിയില്ല, കാരണം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഉച്ചയ്ക്കാണ് പോയത്. 1:30 കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ എത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും 5:45 അവിടെ നിന്ന് പോയിരുന്നു. ഇവിടെ 7:30-7:45 ആയി. എന്നുവെച്ചാൽ ആ ഭാഗത്തെ റോഡ് ഭയങ്കര മോശമാട്ടെന്ന് വെച്ചാൽ പണി നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇതാക്കിയിട്ട് പോയി കത്തിക്കുണ്ടാകും നോക്കി അങ്ങനെ ഭയങ്കര മെല്ലെ പോകും കേട്ടോ. അങ്ങനെ ഇവിടെ 8 മണിയൊക്കെ ആയി എത്തുമ്പോൾ കോളേജ് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ ക്ലാസ് തുടങ്ങും കേട്ടോ. പിന്നെ തിങ്കളാഴ്ച ഇനി അമ്മൂസൊക്കെ ഞാൻ പറയാൻ ഉറങ്ങാനൊന്നും പറ്റില്ല, വല്ലാണ്ട് സമയം ഉണ്ടാവില്ല. കാരണം വരുമ്പോൾ തന്നെ 6-6:45 വൈകിട്ട്. രാവിലെ 9 മണി മുതൽ 4 മണി വരെ ക്ലാസ്. അപ്പോൾ ഒരു 6-6:30 ആകുമ്പോൾ 7 മണിക്ക് പോകേണ്ടി വരും. എന്നുവെച്ചാൽ എനിക്ക് വലിയ ഇതില്ല കേട്ടോ, കാരണം ഞാൻ എന്തായാലും ഇന്നും 4 മണിക്ക് നിൽക്കില്ലല്ലേ. അപ്പോൾ പുലർച്ചെ നിൽക്കുന്ന കൊണ്ടിരിക്കും, വലിയ കുഴപ്പമില്ല. ഇവരൊക്കെ ശീലിപ്പിക്കുന്നത് ഫസ്റ്റ് 2-3 ദിവസം ഭയങ്കര പ്രശ്നമാവും. അവിടെ പോയി ചോറോ കൊണ്ടുപോകണം. വലിയ കോളേജ്, എഞ്ചിനീയറിങ് കോളേജ്, അതുപോലെ വിമാനം, അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാക്കണം. നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു പുതിയ അനുഭവമായിട്ടോ, കാരണം ഞങ്ങളിതൊന്നും ഇത് കോളേജിൻ്റെ വീട്ടിൽ നിന്ന് കയറിയിട്ടില്ലല്ലോ അല്ലേ. മക്കളെ വരുമ്പോൾ നമുക്ക് അതിലേക്ക് പോവാം, വലിയ കോളേജിലേക്ക് പോവാം. എന്തായാലും അമ്മൂസിൻ്റെ ആ ആഗ്രഹം പോവണിയാൻ പോവുകയാണ് അല്ലേ. ഒരുപാട് വർഷം കുട്ടികൾ മനസ്സിൽ പറയിട്ട് നമുക്കതിന് ഇത് ഒത്തു വരാത്തതുകൊണ്ടാണ് കുട്ടികളുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെയൊക്കെ എത്തി. അവിടെ നിന്നൊക്കെ ദൈവം വെച്ച പോലെ അങ്ങനെ പോകും. നല്ലൊരാഗ്രഹമായിരുന്നു അവർക്കത്. ഞങ്ങൾക്ക് കൊണ്ടിട്ടോ, ഞങ്ങൾക്ക് മരിക്കുന്നതിൻ്റെ പെണ്ണുകളൊക്കെ ആയി, ജോലിയൊക്കെ ആയി കാണാനൊക്കെ. ഞാനും അപ്പം അങ്ങനെ അമ്മയിരുന്ന് പറയണേ അവിടെ വലിയ എന്നുവെച്ചാൽ കോളേജ് കണ്ടില്ല, അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ പോയത്. അവിടെ വലിയ ചെയറൊക്കെ കേട്ടോ. എന്നുവെച്ചാൽ വലിയ കമ്പനികളിലൊക്കെ പോയൊരു ഫീൽ കിട്ടാം. അതിൻ്റെ ചെയർ വലിയത്. അപ്പം എന്നോട് പറയുക, തോണ്ടിയിട്ടിനോട് പറയുക, നമ്മളെ കുട്ടികളെ അങ്ങനത്തെ കസേലൊക്കെ ഇരിക്കണമെന്ന് ആലോചിച്ചൊക്കെ. ഞാൻ പറഞ്ഞേ ഞാനത് കണ്ടുട്ടോ, നല്ല രസമുണ്ടാവും എന്ന് പറഞ്ഞത്. ഞങ്ങളവിടെ നിന്ന് പറയണത് എന്നുവെച്ചാൽ നമ്മളങ്ങനെ സാധാരണക്കാരല്ലേ, അപ്പം നമുക്കതൊക്കെ ഭയങ്കര സ്വപ്നമല്ലേ ഇതൊക്കെ
എന്നൊക്കെ പറഞ്ഞ് ഇനിയൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കേൾക്കാതിരിക്കില്ല അല്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ നമ്മളെ കുട്ടികളും ഒക്കെ. അച്ഛനും രാജേട്ടനും നല്ല ലീവായിരുന്നു. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷം പോയി വന്നു. രാജേട്ടൻ നല്ല ലീവ് എടുത്തായിരുന്നു. കാരണം ഫസ്റ്റ് നമുക്ക് പോകണ്ടേ, അച്ഛനും ഇവരൊക്കെ പോരണ്ടേ വെച്ചിട്ട് പോകാട്ടോ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോസിൽ പറയുന്നുണ്ട്. എന്തായാലും അതങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷം. ഇന്നലെ വന്ന് ഉറങ്ങാതെ അങ്ങനെയൊക്കെ പാടായിട്ട് ആകെ ഇന്നിപ്പോൾ നല്ല കിടന്നുറങ്ങി. അമ്മൂസ് ഉറങ്ങണില്ല എന്നൊക്കെ പറഞ്ഞു. അവളവിടെ കിടന്നുറങ്ങിയായിരുന്നു. അപ്പൂസ് മാത്രം ഉണ്ടായിരുന്നു അവിടെ. അപ്പം നീറ്റിട്ട് തിരുമ്പാൻ ഒരുപാടില്ല, കുറേ ഇന്നലത്തേക്ക് ഉണ്ടായിരുന്നു. ഒക്കെ അമ്മൂസ് തിരുമ്പി. ബാക്കി ഇനി പണി ഷർട്ടും മുണ്ടും പിന്നെ ഇപ്പം ഞാൻ ഉരുട്ടത് കൊണ്ടിട്ട് അതൊക്കെ തന്നെ തിരുമ്പാം. അപ്പോൾ ഏതായാലും ചോറാവല്ലേ. അപ്പം എന്നാൽ ഈ അടുപ്പത്ത് തന്നെ നമുക്ക് ഉപ്പേരി വേഗം ഉണ്ടാക്കിക്കാം. അല്ലെങ്കിൽ നാശം അതിന് ചീത്താറും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ താഴത്ത് കുറേ കായക്കൊലൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് മേലെയായിട്ട്. അത് കുറച്ചും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ഉപ്പേരിക്ക് എടുക്കാതെ ഞാൻ അതൊക്കെ വെട്ടിപ്പോകും, അവിടെ കളയുകയും ചെയ്തു. അപ്പം ചീത്ത പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാണ്ട് അവിടെ വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാക്കി കഴിച്ചാൽ കുഴപ്പമില്ല, ഉണ്ടാക്കാതെ അവിടെ വെച്ചാൽ ചീത്തയ്ക്കും. അപ്പോൾ അത് വേഗം ഉണ്ടാക്കുക അല്ലേ. മാണിക്കൂമ്പ് വാഴത്തട്ടൊക്കെ പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഇത് ഉണ്ടാക്കി എത്ര ഉണ്ടാവും. മുതലൊന്നും ഇടുന്നില്ല, കാരണം ഉച്ചയ്ക്ക് കടലയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വല്ലാണ്ട് ഇനി പരിപ്പ് വറകൾ ചേർക്കണില്ല. അത് സാധാ ചെറുള്ളിയിൽ വറുത്തിട്ടിട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ നൂഡിൽസ് അടിക്കാൻ പോയിരുന്നു. ഉറങ്ങി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാവർക്കും ഓരോ ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ. അപ്പം ഞാൻ വരട്ടെ. അപ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി ചോറാകുമ്പോഴേക്ക് ഇതിൽ വെക്കാൻ വെച്ചിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചാൽ ഉണ്ടാക്കട്ടെ. ചോറ് വാർത്തല്ലേ, ഇങ്ങനെ വാർത്തകഞ്ഞി കുടിക്കാൻ നല്ല രസമാണ് ചൂടോടെ. ഞാൻ ആദ്യം കുടിച്ചാറില്ല. എന്തെങ്കിലും ചമ്മന്തിയോ നല്ല രസമായി. എളുപ്പപ്പണി ചെയ്ത ഉള്ളി ആയതിൻ്റെ അരിഞ്ഞ് വെച്ച് ചുക്കൊള്ള വെക്കണം ഒക്കെ പണിയിട്ടാ. ആ വിറക് കുറച്ചെടുത്തേക്കണം, വെയിലാവുകൊണ്ട് കുറച്ച് പുറത്ത് വീടുണ്ട്, അതൊക്കെ എടുത്ത് വെക്കാറുണ്ട്. തിരുമ്പല് കഴിഞ്ഞ് തോരടാനുണ്ട്, ഒലിമ്പിച്ചിട്ടുണ്ട്. വരണ്ട വണ്ടിയുടെ ഒച്ചയ്ക്കണ പോലെ കൈ കൊള്ളൂ. നിൽക്കാൻ വയ്യാന്ന് കാല് കളഞ്ഞിട്ടേ എവിടെ കണ്ടാലും ഇത് കരിഞ്ഞു വേണം ഉണ്ടോ. കാല് കടന്നിട്ട് എവിടെ പോയാലും വേഗം ഇരിക്കും, എവിടെ സ്ഥലം കിട്ടിയാലും. അതിലൊക്കെ കുറച്ച് പയറുണ്ടല്ലേ, നോക്കാം അത്രയും. അതിലൊക്കെ പയറ് ശ്രദ്ധിക്കല്ലേ, പിന്നെ ഒക്കെ കളയാച്ചിട്ടേ വേറെ മാറ്റി കുളിച്ചാക്കി വെച്ചതാ. പയറുണ്ട്, കുറച്ച് പറിച്ചു നോക്കാല്ലേ. അതിൻ്റെ ഇടയിലൊരു കാന്താരി തൈ ഉണ്ട്, കാന്താരി മുളകിൻ്റെ. അതിനിങ്ങോട്ട് വേണമെങ്കിൽ പറിച്ചുകൊണ്ടിരാം അല്ലേ. കറിവേപ്പിലല്ലോ ഇവിടെ ഉണ്ടോ കറിവേപ്പില നോക്കട്ടെ. അവിടെ ഇപ്പത്ത് നമ്മളെ താൽക്കാലികമായിട്ടിടാൻ തൽക്കാലം ഒരു മറക്ക് അല്ലേ. അതോ തീരെന്താ അങ്ങനെ വെക്കണേ. എന്താ തിരി നീ ഇതൊക്കെ വെക്കുമോ. അപ്പാടെ കരിഞ്ഞ് ഒരു വകയാവും. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് കത്തി. കറിവേപ്പില ഉണക്കമുളകിന് ചതച്ച് വെച്ച ഉണക്കമുളകില്ലേ. ഞാൻ ഇപ്പോൾ ഉപ്പേരിക്ക് ഇതാടല്ലേ, ചതച്ച് വെച്ച മുളകില്ലേ നല്ല എരിവുണ്ടാവും. എന്നാലും ഇങ്ങനെ ഉണ്ട്. അതിന് നമ്മുടെ വാഴ തണ്ട് വാഴച്ചു മണിത്തക്ക
എന്താ അപ്പോ ഉപ്പേരടുപ്പത്തിന് വേഗം മീൻ കൊണ്ടുവന്നുണ്ട്. അപ്പം ഉണ്ടാക്കട്ടെ. നമ്മളെ പൂച്ചയെ മാന്തല്ലേ തളമീല്ലേ, തളയൻ ഉണക്കത് മുറിച്ചിട്ടാട്ടോ കൊണ്ടുവന്നത്. നീണ്ട തളയല്ലേ, എന്താ ഉണക്കത്തളയനല്ല, പച്ചത്തളയനാണ് കേട്ടോ. കണ്ട കടയിൽ നിന്ന് നേരെ കിട്ടാ തന്നത്. ഇവരൊക്കെ എന്തൊക്കെ കാട്ടുന്നു പൂച്ചാളെ. അതുകൊണ്ട് അതുമ്പോൾ മല്ലിയ കെട്ടേണ്ട പണിയില്ലേട്ടോ. തല പൂച്ചേ ഹോസ്പിറ്റലിൽ പോവാൻ നമ്മളപ്പുറത്തെ കൊടുത്ത് അസ്ലിനെ മാന്തിയിട്ട് അവള് ആശുപത്രിയിൽ പോയിട്ട് സൂചിച്ചു തന്നതാ. ഇതിപ്പോ മിക്കവാറും ഞങ്ങളെ കാര്യം മാന്തിപ്പോ ഇവിടെ അച്ഛനൊരു വന്നാൽ കടി കിട്ടും, മനസ്സിലായ? ഇത് വെപ്രാളപ്പെടുന്ന എന്തിനാ ഞങ്ങള്? ഇത് മാന്തം തോന്നുന്നുണ്ട്. ഈ മീൻ ഇവിടെ ഇവർക്കൊന്നും രാജനൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. നല്ലപോലെ മസാല കൂടെ വറുത്തോക്കല്ലേ, കറി വെച്ച രസമാണ്. വറക്കാം, കറി വെക്കാനും വത്തള് കുറച്ചാ മേടിച്ചിട്ടോ കാട്ടിയരാം. പൊടിയോ വായിക്കോ വലിയ ആളാ ഇവിടുത്തെ. നല്ല വലിയ വത്തളാണ് ഇതണ്ടാ, നല്ല സൂപ്പർ വത്തള്. മറ്റിങ്ങനെ ചീഞ്ഞിട്ടൊക്കെ കിട്ടുക. ഇതെങ്ങാനും മാന്തിയാലേ കണ്ണും കാണാല്ല. അതാ പൂച്ചേ, അത് കണ്ണാണല്ലടി. എന്താ പിന്നെ കുട്ടിന്നാടി, എനിക്ക് കണ്ണും കാണാൻ പോലെ. ഞാനേ വേഗം ഉണ്ടാക്കട്ടെ, മിക്കവാറും ചിലപ്പോൾ മാന്തി പ്രതീക്ഷിക്കാം. ഒക്കെ കൂടെ വന്നിട്ട് അല്ലേ. വേഗം ഉണ്ടാക്കട്ടെ. നമ്മളെ മീൻ ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞു കേട്ടോ. തേങ്ങ പൊളിച്ചിട്ട് നാളെ അപ്പോസ് നമ്മളെ മുന്നിലെടുത്ത സാധനം കൊണ്ടുവന്നിട്ട് കമ്പിപ്പാര എന്നിട്ട് കുറേ പൊളിച്ചാണ് കഴിഞ്ഞു. പൊളിച്ച് കഴിയുമ്പോൾ സുഖമാണ്. ഇതേ അവിടെ അവരില്ലാത്തതുകൊണ്ട് സംഭവം അവിടെ ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ കടാൾ വെച്ചിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ വെച്ചു. മീൻ വറക്കാനുള്ള കുറച്ച് മാറ്റിയും വെക്കാം നാളേക്ക്. വീട്ടിൽ കർമ്മൂസ ഉണ്ട് ചേട്ടാ? വേണ്ട, നമുക്ക് നാളത്തേക്കുള്ള പരിപാടി. നാളെ നമുക്ക് ചേനയും ആ ചേനയിലെ കിഴങ്ങില്ലേ അതും അവിടെ ചേനത്തണ്ടില്ലേ അതും കൂടെ തേങ്ങ അരച്ചിട്ട് പുളി ഒഴിച്ച് വെക്കാം. അടിപൊളി. ഇപ്പോഴാണ് ഓർത്ത് കേട്ടാ. പിന്നെ വേറെ എന്താ ഉണ്ടാക്കുക? രാവിലേക്കുള്ള തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ രാവിലെ അന്തമ്പുറത്തൊക്കെ ആലോചിച്ചിടന്നാൽ വേഗം ആക്കാം. കുറച്ച് മുരിങ്ങ പൊട്ടിച്ചാൽ കോഴിമുട്ടയും മുരിങ്ങ കൂടെ ഉപ്പേരിയും വെക്കാം. അല്ല ഞാൻ മീൻ വറുത്തതിൽ ബാക്കി ഉണ്ടാവുമല്ലോ, മീൻ എന്തായാലും വറക്കാൻ വെക്കുന്നുണ്ടാവും. മീൻ വറുത്തതും ഇതുകൊണ്ടൊരു ഉപ്പേരി പൊളിച്ചെക്കണം. ഇത് നല്ല ഉണങ്ങിയതാവുകൊണ്ട് നല്ല റിസ്ക്കാട്ടോ, ടാസ്ക്കാണ്. ഇത് പൊട്ടിക്കാൻ ഭയങ്കര ടാസ്ക്കാണ് അറിയാം. എന്തൊക്കെയോ രാത്രി ആകുമ്പോൾ കാട്ടുന്ന ഒറ്റയും കൂടി പൂച്ചാള് കഴിഞ്ഞിട്ടാകുന്നു. കോഴികളൊക്കെ പാടെ ഉണ്ടാക്കുക. കയറിയിട്ടില്ല, ഇനിയുണ്ട് ഒരാളും കൂടെ കയറാന്. എന്നാലും 5 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ. 5 മിനിറ്റ് അത്രയൊന്നും വേണ്ട, വേഗം പൊളിക്കും. ഇങ്ങനെയാണ് ശീലം. പക്ഷെ നന്നായിട്ട് പൊളിക്കാൻ പാടും. അല്ലേ? അടിപൊളി. ഇതൊക്കെ എടുത്തേക്കട്ടെ. ചുക്കണ്ട വെച്ചാട്ടോ, ഒരു ചെമ്പ വെച്ചു. ചുക്കളപ്പൊടി കഴിഞ്ഞ അങ്ങനെ ഏലക്കല്ലേ, ഏലക്കിട്ട് വെച്ചിട്ടുണ്ട്. തറവാട്ടിലേക്കുള്ളതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേനയുടെ ഇല മൂത്തതാർന്ന് പറഞ്ഞു രാജേട്ടൻ. അപ്പം അത് പറ്റില്ല. ഇതും കുറച്ച് കൊണ്ടുപോകാം ചിക്ക. നമുക്ക് നമ്മളൊക്കെ ഇതുമ്പോൾ ഉണ്ട് കേട്ടോ. എല്ലാം കട്ടമാസൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ചേനയുടെ പേര് പത്തൻ്റെ വള്ളി മേലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ പറിക്കണം. അപ്പം തേങ്ങയുള്ള വേണം. ഞാൻ വലുതാണ്, വെള്ളം എന്താണെന്ന് അറിയില്ല. കത്തി മൂന്ന്
മൂസല എപ്പോഴാണ് എൻ്റെ കൈ മുറിയുക. പണ്ടേ തേങ്ങ മുറിക്കുമ്പോൾ വീട്ടിലൊക്കെ ചെറുട്ടിടുമ്പോൾ തേങ്ങ മുറിക്കുമ്പോൾ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ എല്ലാവരും ക്ലാസ്സിലിരിക്കുമ്പോൾ പറയും ക്ലാസ്സിൽ വേണ്ട ഇതിൽ മതി പറയട്ടാ. ഇത് കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് ഇതിൽ മതി പറയും. എന്നിട്ട് നമുക്ക് തരും കേട്ടോ ഇതിൽ. അപ്പോൾ നോക്കട്ടെ ഇതിൽ തന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇങ്ങനെ കുടിക്കുകയും ചെയ്യും, നിന്ന് കടിച്ചു ചെയ്യും. അത് തേങ്ങ എപ്പോഴെല്ലാം ഇട്ടുക ഇങ്ങനെ കുടിക്കും. കുടിച്ച് ഇവിടെ കേലി കാണുന്ന പോലെ ഇവിടെയൊക്കെ കാണും വയ്ക്കും. വിരുതാകുന്നത് അല്ലേ. നമ്മളെ തളയൻ മീൻ വറുക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി വെക്കാനുള്ളത് കുറച്ചുണ്ട് ഇവിടെ. ഇനി ഞാൻ തേങ്ങ ചിരകി എന്നത്തെ പോലെ തന്നെ കറി വെക്കുന്നത് കൊടുക്കണില്ല കേട്ടോ. ഒരു കറി വേഗം വെക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ചോറിനാണ് കേട്ടോ. സമയം 9 മണി ആയിട്ടുള്ളൂ. ഞാനെന്നും ഇതും കഴിഞ്ഞിട്ടാണ് കഴിക്കാറ്. അപ്പം നമ്മളത് സ്പെഷ്യൽ കണ്ടോ, നമ്മളെ പച്ചത്തളയൻ വറുത്തു. പിന്നെ നമ്മൾ വത്തൽ കറി വെച്ചു. കറി ഉണ്ട്, ഞാൻ കുറച്ചുകൂടെ കൊണ്ടുവരാം. കറി ഇതുണ്ട്. പിന്നെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, നമ്മൾ മാണിത്തട്ട വാഴച്ചുണ്ട്, ഞാൻ മാണിത്തട്ട എന്നാണ് പറയാറ്, അത് ഉപ്പേരി, അതൊക്കെയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ. അപ്പം ഞങ്ങൾ ചോറിനട്ടെ. അപ്പം അങ്ങനത്തെ ഒരു കുഞ്ഞു വിശേഷം കേട്ടോ. നാളെ